പ്ലീസ് ജാക്ക്, അവൻ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തണം. ബട്ട് ആൻറ്റി, അവൻ പോകുന്നു തന്നെയാ പറയുന്നത്. നിനക്കറിയില്ല ജാക്ക്, മേ ബി അവൻ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ്റെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറും. ആ നാടും വീടും നാട്ടുകാരും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പ്ലീസ് ജാക്ക്, നീ എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് പിന്തിരിപ്പിക്കണം. ഐ വിൽ ട്രൈ ആൻറ്റി. ആർ യു ഷുവർ? നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? പിന്നല്ലാതെ ഒരാവേശത്തിന് കയറി സൈക്കോളജി എടുക്കുകയും ചെയ്ത് ഇപ്പോൾ എന്നെ ചികിത്സിക്കാൻ ആളെ തേടേണ്ട അവസ്ഥയാണ്. എനിക്കൊന്ന് ഫ്രീ ആവണം. എന്തായാലും ഞാൻ അങ്ങോട്ട് പോവുക. നീ ഉറപ്പിച്ചിട്ട് തന്നെയാണോ എന്ത്? മേടയിലേക്ക് പോകുന്ന കാര്യം? അതിനെ ഉറപ്പിക്കാനൊന്നുമില്ല, ഞാൻ തീരുമാനിച്ച കാര്യമാണ്. എത്ര ദിവസത്തേക്ക് വേണ്ടിയാ? ഡേയ്സ് അല്ല മോം, മേ ബി മന്ത്സ് ഓർ ഇയേഴ്സ്. ആർ യു ക്രേസി? ആ പട്ടിക്കാട്ടി നീ വർഷക്കണക്കിന് താമസിക്കാൻ പോകുന്നോ? ജസ്റ്റ് ഷട്ട് അപ്പ് മോം. ചിത്രേ, എന്തായി ഞാൻ പറഞ്ഞ കാര്യം? നാരായണേട്ട, അത് പിന്നെ താമര. അതെ, താമര തന്നെ. അതാണല്ലോ ഞാൻ ആവശ്യപ്പെട്ട കാര്യം. ചിത്രേ, താമര വിളിക്കുന്നുണ്ട്, ഞാൻ പോവാ. നേരത്തേക്ക് വന്നേക്ക്. ചേട്ടാ, ഈ മേടയിലെ താമരയുടെ വീട് എങ്ങോട്ടാ? മേടയിലെ താമരയോ? എന്താ? ഓ അതെ അതെ, ആ കാണുന്ന ഇടതുവശത്ത് ഒരു കൽപ്പാത റോഡുണ്ട്, അതുവഴി നേരെ പോയാൽ മതി. അധിക നേരമൊന്നും അവിടെ ചുറ്റിത്തിരിയണ്ട. വേഗം സ്ഥലം കാലിയാക്കാൻ നോക്കോ. ദൈവത്തിന് പ്രണാമം. ആദ്യ ദിന ഭോജനം ദത്തിനായി നന്ദി. ഇന്നധിനായ പ്രധാനത്തിനും നന്ദി. നന്ദി നന്ദി സഹസ്ര നന്ദി. ആശീർവാദം ദദാതു. താമരേ, താമരേ, അഹം ആഗച്ഛമി. എന്താ വാണി? അത് ദേവകിയമ്മയുടെ കൊച്ചുമോൻ അങ്ങ് വിദേശത്ത് നിന്നും കുറച്ച് നാളത്തേക്ക് വേണ്ടി ഇങ്ങടേക്ക് വരാണത്രേ. അഭിമന്യു? അതെ, ആ കുഞ്ഞു തന്നെ. ക്ഷീരം? അതെ. എന്നേക്ക്? 2 ദിവസത്തിനുള്ളിൽ. അഹം പശ്വാമി. വന്നിരിക്കുന്നു. സ ആഗത, സ ആഗത, സ ആഗത. നീലവർണ്ണനാരാണി നിത്യകല്യാണി ഏളമ്മ തുളസി കോമലവേണി. നീലവർണ്ണനാരാണി നിത്യകല്യാണി. അവസാനം വർഷങ്ങൾ എടുത്തൂലേ നിനക്കിവിടെ കാലൂത്താൻ. വാ, കേർ അബി.
പൈസയല്ല പ്രധാനം അബി. ഇതാണ് ഭൂമിയിലെ സ്വർഗം എന്ന് തോന്നി പോവുക. ഈ തണുപ്പ്, ഈ സമാധാനം, ഇതൊന്നും ഒരു അമേരിക്കയ്ക്കും ഒരു ലണ്ടനും കയ്യിലെ പൈസക്കും തരാൻ കഴിയില്ല. എൻ്റെ ഭൂമിയിലെ സ്വർഗം ഇതാണ്. മേട മേട മേട. ചിത്രേ, ഹാ, താമര പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? നാരായണ, ഇപ്പോ ഈ നിമിഷം ഇറങ്ങിക്കോണം ഇവിടെന്ന്. താമര, ഇവൾ ഇവിടെ. തവ ഇച്ഛമാം ഭോഗിക്കുവാനല്ലേ നാരായണ. പനിമാതി മുഖേ ബാലേ. Yeah, man. This place is really peaceful. Oh, so it seems like you really like that place. Yeah. So then you won't be coming back here again, huh? Yeah, I need to think. പത്മനാഭനിൻ നിന്നിൽ പനിമാതി മുഖേ ബാലേ. പത്മനാഭനിൻ നിന്നിൽ. I will call you later. ആരാ അച്ഛമ്മ അപ്പുറത്ത്? ആര്? യാ, അപ്പുറത്ത് ഒരു പെൺകുട്ടി. ആരാ അവള്? ഓ അതോ, അത് താമരയാ, മേടയിലെ. താമര? ആ, അവളുടെ പേരാ താമര. താമര മാരീഡ് ആണോ? അല്ലല്ലോ, ആ കുട്ടി വിവാഹിതയല്ല. ആ തറവാടും ആ തറവാട്ട് സ്വത്തും എല്ലാ കുട്ടി നോക്കി നടത്തുക. അല്ലറ ചില്ലറ മന്ത്രവാദവും ചെയ്യുന്നുണ്ടെന്നാ കേട്ടറിവ്. യു മീൻ ബ്ലാക്ക് മാജിക്? അത് തന്നെ. 1992 കർക്കിടക മാസം 2 മേടയിലെ അഭിരാമൻ തമ്പുരാനും ദേവി തമ്പുരാട്ടിക്കും ഒരു മകൾ ജനിക്കുന്നു. താമര, മേടയിലെ ഇന്നത്തെ അവകാശി. ചെറുപ്പം മുതലേ കർക്കശക്കാരിയായിരുന്നു മേടയിലെ താമര. വളരെ വ്യത്യസ്തമായ സ്വഭാവക്കാരിയായിരുന്നു താമര. തനിച്ച് താമസിക്കാനും ഒറ്റപ്പെടൽ ഇഷ്ടപ്പെടുന്നതുമായ ഒരുതരം പ്രകൃതം. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം മേടയിലെ കാർന്നവന്മാർക്ക് താമരയോടുള്ള പ്രിയം നഷ്ടമായത്. അപ്പോ ഇപ്പൊ അവരൊക്കെ എവിടെ? അവർക്കൊക്കെ എന്താ പറ്റിയേ? ദുരൂഹ സാഹചര്യത്താൽ അവർ മരണപ്പെട്ടതായാണ് പ്രാഥമിക സംസാരങ്ങൾ. അച്ഛമ്മേ, എനിക്ക് മേട വരെ പോവാൻ പറ്റുമോ? എന്തിന്? നത്തിങ്, ചുമ്മാ അവിടേക്ക് ഒന്ന് കാണാൻ. താമര അതിനൊന്നും സമ്മതിക്കത്തില്ല കണ്ണ. വൈ? പടിപ്പുരയ്ക്കപ്പുറം അന്യരെ കേറ്റാറില്ല താമര. അച്ഛമ്മയും കൂടെ ഉണ്ടെ കേട്ടില്ലേ? താമരേ, മോളെ താമരേ. താമരേ. എന്റെ അമ്മേ, അത് മോളെ എൻ്റെ ഉണ്ണിക്ക് ഇങ്ങടൊക്കെ വന്ന് ഇവിടൊക്കെ കാണണമെന്നത്രേ. ഹലോ താമര. Can I? കയറു. ഞാനെന്നാ അങ്ങടെ പോവാ താമര. അവനെ എല്ലാം ഒന്ന് ചുറ്റിക്കണ്ട് കഴിഞ്ഞാ അങ്ങ് പറഞ്ഞു വിട്ടാ മതി. സാധു. Holy shit.
അത്യന്തം വികൃതി. വാട്ട്? 5 മണിയായി. അതിനെന്താ? ഇസ് ദർ എനി പ്രോബ്ലം? ബാഹെ ഗച്ച. വാട്ട് യു മീൻ? ഇതെന്ത് ലാംഗ്വേജ്? മനസ്സിലാവുന്നേയില്ല. ബാഹെ ഗച്ച. What the? ತೀರ ಹುಡುಕಿ ನೇರ ನೋಡಿ ಸಿಗದೆ ಜಲಕ್ಕೆ ಬರುವೆ ಏನೋ ತಿರುಳೆ ಕಾಯೋ ಇರುಳೆ ನೀನು ತಿರುಗಿ ಬರದೆ ಬರೆದಾದ ಕಾವ್ಯದ ನಡುವೆ ಬರೆಯದ ಸಾಲು ಒಂದು ನವಿರಾದ ಗಾಳಿಯ ನಡುವೆ ನಿನ್ನಯ ಮಾಯಗಂಡು ತುಳಸಿ ಕೋಮಲವೇಣಿ ನೀಲವರ್ಣನಾರಾಣಿ ನಿತ್ಯ ಕಲ್ಯಾಣಿ ಏಳಮ್ಮ ತುಳಸಿ ಕೋಮಲವೇಣಿ ನೀಲವರ್ಣನಾರಾಣಿ ನಿತ್ಯ ಕಲ್ಯಾಣಿ. Oh my god. What the fuck? ಮುಡಿಯಿಂದ ಊದೋರುತ್ತ ಮುಡಿದ ಮಲ್ಲಿಗೆ ಹೂ മുടിಯಿಂದ ഊതോരുത്ത. അച്ഛമ്മേ, അവിടെ എന്തുകൊണ്ട് 5 മണിക്ക് ശേഷം ആരും പോകരുതെന്ന് പറയുന്നത്? എവിടെ? താമരയുടെ തറവാട്ടി. നീ എന്തിനാ അതൊക്കെ അറിയുന്നേ? ജസ്റ്റ് കാഷ്വൽ ടോക്ക്. അതാർക്കും അറിയില്ല ബി. അസമയം താമര അറ അടച്ചു പൂട്ടിയിരിക്കുകയായിരിക്കും. ഒരു ഊഹവുമില്ല. ഏഴമ്മ തുളസി കോമലവേണി നീലവർണനാരാണി നിത്യ കല്യാണി ഏഴമ്മ തുളസി കോമലവേണി നീലവർണനാരാണി നിത്യ കല്യാണി ഏഴമ്മ തുളസി കോമലവേണി നീലവർണനാരാണി നിത്യ കല്യാണി. ഓ ഷിറ്റ്. ഇത് ഞാനിത് എവിടാ? എടാ, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. സംതിങ് ഡാർക്ക്. എടാ, ഇന്ന് കാര്യമെന്ന് നീ തെളിച്ചു പറ. ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. ബൈ. എടാ, ഞാനിപ്പോൾ നിനക്കൊരു ലൊക്കേഷൻ ഇട്ട് തരാം. നീ അവിടെ ഒന്ന് ജസ്റ്റ് പോയി നോക്ക്. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് കോയിൻസിഡൻസ്. താമരെ, അഭിമന്യൻ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. ദൈവവിഹിതം. സർവവും അവളുടെ കുതന്ത്രം അഭിമന്യു. മനസ്സിലായില്ല. ആരുടെ? വർഷങ്ങൾക്ക് മുമ്പ് മേടയിലെ തറവാട്ടിലെ കാർന്നോർ തമ്പി തന്ത്രങ്ങളിലൂടെ ദുർമന്ത്രവാദം പരിശീലിപ്പിച്ചു പത്മയെ. ആഗ്രഹിച്ചതല്ല
ദുർമന്ത്രവാദത്തിലൂടെ അവൾ നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ പത്മ മന്ത്രവാദത്തിനടിമയായി. ഒരു നാൾ കുഞ്ഞായിരുന്ന പത്മ എല്ലാവരിൽ നിന്നും വേറിട്ട് നിൽക്കാൻ ആഗ്രഹിച്ച് അന്നാദ്യമായി ദുഷ്കര ഉപാസന കർമ്മം ചെയ്തു. പക്ഷേ അന്നത് പൂർത്തീകരിക്കാൻ പത്മക്ക് സാധിച്ചില്ല. അതിലൂടെ അവൾക്ക് നഷ്ടമായത് അവൾക്ക് ഏറെ പ്രിയപ്പെട്ടവരെയാണ്. വർഷങ്ങളോളം പത്മ ഭ്രാന്താലയത്തിലായിരുന്നു. പിന്നീട് എങ്ങനെയൊക്കെയോ തന്റെ പഴയ ജീവിതം പത്മ വീണ്ടെടുത്തു. അന്ന് പാതി വഴിയിൽ മുടങ്ങിപ്പോയ പൂജ പുനരാരംഭിക്കാൻ പത്മ തീരുമാനിച്ചു. താൻ ഇണയുടെ തുണയില്ലാതെ വീണ്ടും ആ പൂജ പുനരാരംഭിക്കുവാൻ കഴിയില്ല എന്ന് അവൾ മനസ്സിലാക്കി. ഒരുപാട് ഗ്രന്ഥ പരിശോധനയ്ക്കിടയിൽ അഭിമന്യുവിന്റെ ജാതകം പത്മയുടെ കണ്ണിൽപ്പെട്ടു. പ്രതിവിധിക്കായി ദുർമന്ത്രവാദം പത്മക്കായി കാത്തുവച്ചത് അഭിമന്യുവിനെയാണ്. ഇണയെ തന്ത്രവിദ്യകളിലൂടെ നാട്ടിലെത്തിച്ചു. പിന്നീട് നടന്നതെല്ലാം പത്മയുടെ കുതന്ത്രങ്ങൾ മാത്രം. ആരാ ഈ പത്മ? തുളസി കോമലവേണി നീലവർണ്ണനാരാണി നിത്യകല്യാണി ഏളമ്മ തുളസി കോമലവേണി നീലവർണ്ണനാരാണി നിത്യകല്യാണി ಮುಡಿದ ಮಲ್ಲಿಗೆ ಹೂ മുടിന്ത എന്താ? ജസ്റ്റ് വെറുതെ. എനിക്ക് പത്മയെ കാണാൻ വരാൻ പാടില്ല എന്നുണ്ടോ? പത്മ? ഊത ഒടയ ശ്രീ പുരന്ദര വിഠല പത്മ? ഒടയ ശ്രീ പുരന്ദര പത്മ, അഭിമന്യു വരുന്നുണ്ട്. പ്രവചനാത്മകം. എന്താ പത്മ ചെയ്യണ്ടേ? സർവം മുറ പോലെ. അഹം പത്മ ത്വം മമ അഭിമന്യു. ഏളമ്മ തുളസി പത്മാഭിമന്യു. കോമലവേണി നീലവർണ്ണനാരാണി നിത്യകല്യാണി ഏളമ്മ തുളസി